ഹരിദാസ് സാഹിത്യ ആകെ ചെയ്തതെന്താണെന്ന് വെച്ചാൽ കലാച്ചി എന്ന് പറയുന്ന കെ ആർ മീരയുടെ നോവൽ അവർ വായിക്കുന്നു. അവർ വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ ഫേസ്ബുക്കിലേക്ക് ഇട്ടിരുന്നു. കെ ആർ മീരയെ ടാഗ് ചെയ്ത് എന്തൊക്കെയോ പറയും, ഞാൻ വായിച്ചു കേട്ടെ എന്ന് പറയുന്നു. പക്ഷെ അവർ വായിച്ചതിന് ശേഷം ആ നോവലിനെ പറ്റി അഭിപ്രായം പറഞ്ഞിട്ടില്ല. കോപ്പി അടിച്ചാണെന്ന് പറഞ്ഞിട്ടില്ല. അല്ല, ഒന്നും പറഞ്ഞു. അതിനുശേഷം ഇത് വായിച്ചു കഴിഞ്ഞിട്ട് ഇവർ തന്നെ ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു, നമ്മളോട് ഉൾപ്പെടെ പറഞ്ഞത് പ്രകാരം വായിച്ചു കഴിഞ്ഞപ്പോൾ ഇതിൽ പ്രമേയത്തിൽ സാമ്യം തോന്നിയിരുന്നു, പ്ലോട്ടിൽ സാമ്യം തോന്നിയിരുന്നു. പക്ഷെ അത് അവർ എവിടെയും ഉന്നയിക്കുകയോ ആരോടും പറയുകയോ ചെയ്തില്ല. പക്ഷേ വായനക്കാരിൽ പലരും അത് ചൂണ്ടിക്കാണിക്കാൻ തുടങ്ങിയപ്പോൾ അവരുടെ ഉള്ളിൽ ഉണ്ടാകുന്ന സ്വാഭാവിക വിഷമം തീർക്കാൻ വേണ്ടി ഫേസ്ബുക്കിൽ ഈ പുസ്തകത്തെയോ എഴുത്തുകാരിയോ സൂചിപ്പിക്കാതെ ഒരു പോസ്റ്റ് ഇട്ടു, എങ്ങും തോന്നാതെ പോസ്റ്റ്. പക്ഷേ അതിൻ്റെ അടിയിൽ വന്ന ആളുകൾ കമൻറ്റ് ചെയ്യുന്നു. പിന്നെ ആ കമൻറ്റ് ചെയ്യുന്നതിനെ തുടർന്ന് വേറെ പലരും ഫേസ്ബുക്ക് പോസ്റ്റ് ആയിട്ട് ഇടുന്നു. അങ്ങനെയാണ് ഈ വിവാദം കൊഴുക്കുന്നത്. അതല്ലാതെ അവരായിട്ട് മീരയോ ഹരിദാസ് സാഹിത്യരോ ആയിട്ട് തുടങ്ങി വെച്ചൊരു വിവാദം അല്ല അത്. ഇതിലൊരു പ്രശ്നം കെ ആർ മീരയെ കുറിച്ചാണ് ഇപ്പോൾ ആരോപണം ഉയരുന്നത്. ഇപ്പോൾ മീര പറയുന്നത് ഞാൻ 2020 ഇത് പ്രസിദ്ധീകരിച്ചു തുടങ്ങിയതാണ്. ട്രൂത്ത് കോപ്പി തിങ്ക് എന്ന് പറയുന്നൊരു വെബ് മാഗസിനിലാണ് അത് പ്രസിദ്ധീകരിച്ചത്. പക്ഷേ അതിൻ്റെ 6 അധ്യായം മാത്രമേ പ്രസിദ്ധീകരിച്ചിരുന്നുള്ളൂ. അപ്പോൾ ഈ 6 അധ്യായത്തിലല്ല പ്രശ്നം. 6 അധ്യായം കഴിയുമ്പോൾ പിന്നീടുള്ള ഭാഗങ്ങളിലാണ് ഈ പുസ്തകത്തിൻ്റെ പ്ലോട്ട് അതിൽ കടന്നു വരുന്നത്. ഇപ്പോൾ കെ ആർ മീരയെ പറ്റി ഇത് ആദ്യമായിട്ടല്ല ഇങ്ങനെ ഒരു ആരോപണം ഉയരുന്നതും കൂടി ശ്രദ്ധേയമാണ്. അവരുടെ വളരെ പ്രസിദ്ധമായ വളരെ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട ആരാച്ചാർ എന്ന നോവൽ, അത് തൻ്റെ ഡോക്യുമെൻ്ററി ഉണ്ടാക്കിയതിന് ശേഷം അതിന് സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നില്ല. ജോഷി ജോസഫ് എന്ന് പറയുന്ന മലയാളി സംവിധായകൻ, അദ്ദേഹം എ ഡേ ഓഫ് എ ഹാങ്മാൻ എന്ന് പറയുന്ന ഒരു ആരാച്ചേരെ കുറിച്ചുള്ള ഒരു ഡോക്യുമെൻ്ററി തയ്യാറാക്കുന്നു. അതിന് സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നില്ല. അത് ഒരുപാട് പേർ കണ്ടിട്ടുള്ള ഒരു ഡോക്യുമെൻ്ററിയാണ്. ആ ഡോക്യുമെൻ്ററിക്ക് തിരക്കഥ എഴുതാൻ വേണ്ടി ഈ ഡോക്യുമെൻ്ററി ഇവർക്ക് കൈമാറുന്നു. ഇവരത് കണ്ടതിന് ശേഷം തിരക്കഥ എഴുതുന്നു. അതിന് 10 വർഷത്തിന് ശേഷം ആരാച്ചാർ എന്ന നോവൽ പുറത്തു വരുന്നു. അപ്പോൾ ആ ആരാച്ചാർ എന്ന നോവൽ പുറത്തു വരുമ്പോൾ പോലും ഈ ആരോപണം ഉയർന്നിട്ടുണ്ട്. ഈ ഹാങ്മാൻ്റെ കോപ്പിയാണ് എന്നുള്ള ആരോപണം ഉയർന്നിട്ടുണ്ട്. അതുകൂടാതെ ഇന്ന് ഒരു പുതിയ ആരോപണം കൂടി കെ ആർ മീരയ്ക്കെതിരെ ഒരു പുതിയ എഴുത്തുകാരിയുടെ പേരിൽ മറ്റൊരാൾ, ഈ ജോഷി ജോസഫ് തന്നെ അത് ഉന്നയിച്ചിട്ടുണ്ട്. ഈ എഴുത്തുകാരി തന്നെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു അതിനെക്കുറിച്ച്. അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അവർ എന്തോ ഡിപ്രഷനിലാണെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അങ്ങനെ 1, 2, 3 ആരോപണങ്ങൾ മീരയ്ക്കെതിരെ ഉണ്ട്. ഇതിൽ കെ ആർ മീര എന്നൊരു വിശദീകരണം നടത്തിയിട്ടുണ്ട്. അവർ പറയുന്നത് ഞാൻ 2020 എഴുതിയതാണ് എന്ന് പറയുന്നു. പക്ഷേ അവിടെയുള്ള പ്രശ്നം 2020 എഴുതി പ്രസിദ്ധീകരിച്ചത് 6 അധ്യായം മാത്രമാണ്. അപ്പോൾ ഈ പ്ലോട്ടുകൾ തമ്മിൽ സാമ്യം വരിക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമാണ്. എല്ലാ കഥയ്ക്ക് എഴുതപ്പെടുന്ന ആകപ്പാടെ 10 56 പ്ലോട്ടുകളെ ലോകത്തുള്ളൂ. ആ പ്ലോട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിമറിച്ചാണ് സിനിമയും സാഹിത്യമൊക്കെ ഉണ്ടാക്കുന്നത്. അതിലാരാണ് ഏറ്റവും വൃത്തിയായിട്ട് എഴുതുന്നുള്ള കാര്യം, അത്രേ ഉള്ളൂ കാര്യം. പക്ഷേ പ്ലോട്ടുകളുടെ സാമ്യം എന്ന് പറയുമ്പോൾ ഇതിലെ സാമ്യം പ്രശ്നമാണ്. അതായത് കാമുകനെ തേടി വിദേശ രാജ്യത്തേക്ക് പോകുന്ന ഇന്ത്യൻ യുവതി, അതാണ് ഈ 2 പ്ലോട്ടിൻ്റെയും സാമ്യം എന്ന് പറയുന്നത്. പക്ഷേ അത് എഴുതിയ ആൾക്ക് വിഷമം വരുമ്പോൾ സ്വാഭാവികമാണ്. കാരണം അത് അത്ര യൂണിക്കായിട്ടുള്ളതാണ്. ഹരിദാസ് സാഹിത്യത്തെ സംബന്ധിച്ച് അവരൊരു സാധാരണ വീട്ടമ്മയാണ്. അവർ എഴുത്തുകാരി ആയിരുന്നില്ല. അവർ സ്പെയിനിൽ ഭർത്താവിനോടൊപ്പം ജീവിക്കുന്ന ഒരു സാധാരണ വീട്ടമ്മ. ലിംഗ്വിസ്റ്റിക് പഠിക്കാൻ വേണ്ടി ബാഴ്സലോണ യൂണിവേഴ്സിറ്റിയിൽ പോകുന്നു. അവിടെ വെച്ച് കുർദ് വംശത്തെ പറ്റി മനസ്സിലാക്കുന്നു. അപ്പോൾ കുർദുകൾ നേരിടുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾ, പീഡനങ്ങൾ, അധിനിവേശങ്ങളെക്കുറിച്ച് അറിഞ്ഞതിൽ മനസ്സു നൊന്ത് അവരുടെ രാഷ്ട്രീയ ബോധം ഉയർന്ന് അവർ കുർദിസ്ഥാനിൽ സന്ദർശനം നടന്നു. അവിടെ കണ്ട കാഴ്ചകളാണ് അവർ നോവലായിട്ട് എഴുതുന്നത്. അവരൊരു നോവലിസ്റ്റേ അല്ല, അവർ നോവൽ എഴുതി തുടങ്ങുന്നത് ഈ കുർദ് യാത്രയുടെ ഫലമായിട്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് അതിനോട് കുറേ കൂടി ഇമോഷണലി കണക്ഷൻ ഉണ്ടാവും. ആ കണക്ഷൻ കൊണ്ടായിരിക്കും അവരത് തുറന്നു പറയാൻ തയ്യാറാവുന്നത്. പക്ഷെ ഇത് ഈ മലയാള സാഹിത്യത്തിൽ കുറവാണ് എന്ന് ദിവ്യ പറഞ്ഞല്ലോ. സാഹിത്യത്തിലാണ് കൂടുതൽ, സിനിമയേക്കാൾ കൂടുതൽ സാഹിത്യത്തിലാണ്. പക്ഷെ അത് പോപ്പുലർ മാധ്യമം സിനിമ ആയതുകൊണ്ടാണ് അത് കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത്. ഒരാൾ ഫേസ്ബുക്കിലോ മറ്റോ എഴുതിയിട്ടൊരു യാത്രാ വിവരണം അങ്ങനെ തന്നെ കോപ്പി അടിച്ച് ഒരക്ഷരം പോലും, അതിൽ തെറ്റുപോലും കോപ്പി അടിച്ച് പുസ്തകമായിട്ട് ഇറങ്ങി വരുന്നവരുണ്ട് ഇവിടെ. അപ്പോൾ അങ്ങനെയൊക്കെ നടക്കുന്ന സ്ഥലമാണ് സാഹിത്യലോകം. പക്ഷേ ഇതിലെന്താണ് സംഭവിച്ചത് നമുക്കിപ്പോഴും വ്യക്തതയില്ല. പ്ലോട്ട് സമാനമാണെന്നല്ലേ ഉള്ളൂ. ജോഷി ജോസഫ് ആരോപിക്കുന്ന ഒരു കാര്യം കുറേ കൂടി ഗൗരവമുള്ള കാര്യമാണ്. അയാൾ പറഞ്ഞത് പ്ലോട്ട് സമാനമാകുന്നതിന് പിന്നിൽ അത് യാദൃശ്ചികതയല്ല, അതിന് പിന്നിൽ സംഘം തന്നെയുണ്ട്. വളരെ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള മനുഷ്യന്മാരുണ്ട്. അവർ ഈ പുതിയ എഴുത്തുകാരെ മൊത്തം ഇങ്ങനെ ഇല്ലായ്മ ചെയ്യുകയാണ്. അതേക്കുറിച്ച് അന്വേഷിക്കണമെന്ന് PC വിഷ്ണുനാഥിൻ്റെ നിവേദനമായിട്ട് അദ്ദേഹം എന്തോ കുറിപ്പെഴുതി വിട്ടിട്ടുണ്ട് സാംസ്കാരിക മന്ത്രിയോട്. ഇന്ന് മുഖ്യമന്ത്രിക്കും പരാതി ആയിട്ട് അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെൻറ്റ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അത് എക്സ്പോസ് ചെയ്യപ്പെടേണ്ടതാണ്, അതില്ലാതാക്കേണ്ടതാണ്. അതിനപ്പുറം ഈ വിവാദത്തിൽ എന്താണെന്നുള്ളത് രണ്ടുപേരും പുറത്തേക്ക് സംസാരിച്ച് തീർക്കട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത്.